കുറച്ചുകൂടെ വില മാത്രം പോരാ, ക്വാളിറ്റിയും കൂടെ വേണം. ഇതൊക്കെ 25 എബോവാ. ഇത് നന്നായിട്ടുണ്ട് അല്ലേ അമ്മേ? കൊള്ളാം മോളെ. ഇതെടുക്കാം. ഇത് ഷിഫോൺ അല്ലേ? അതെ, ഷിഫോണിന്റെ മെറ്റീരിയൽ. ഇത് നല്ല രസമല്ലേ? ആ നോക്കട്ടെ. ഗ്ലിറ്റർ കണ്ടോ? അച്ഛന് ഇഷ്ടപ്പെട്ട കളറാ ബ്ലൂ. എനിക്ക് ചേരും. ഇതും കൊള്ളാം. ഓ ഇതിനെത്രയാ? അതിനൊരു 22 സംതിങ് ആവും. ഈ സാധനം കൊള്ളാം. കൊള്ളാല്ലേ മോളെ? ഗ്ലിറ്റർ ഉണ്ട്. ഗ്ലിറ്റർ ചേരുന്നുണ്ടോ? കൊള്ളാം. വേണ്ട, ഇത് പോകും. എന്തുപറ്റി? ഇതൊരൊറ്റ വാഷിന് ഇളകിപ്പോ. വെറുതെ പൈസ കളയണ്ട. ഇത് നിനക്ക് പറ്റിയത് ഞാൻ കൊണ്ടു. അത് അത്ര സുഖമല്ല മോളെ. വേറെ നോക്കട്ടെ ചേച്ചി. ആദ്യം സ്വന്തം നിലപാടെ ഉറച്ചിക്കാൻ പഠിക്കും. സുരേഷേട്ടാ എന്താടി ചേട്ടാ നോക്കി, ഇത് നല്ല രസമുണ്ട്. എനിക്കിത് നന്നായിട്ട് ചേരുന്നില്ലേ? നല്ല കളറും അമ്മയ്ക്ക് അതാ പറഞ്ഞേ. നല്ല ഡിസൈനാ. അമ്മയ്ക്ക് ഇത് തന്നെ മതി. അതെ അതെ, മോക്ക് ഇഷ്ടായില്ലേ? അയ്യോ അതെ, എന്നാന്നറിയോ, ഇത് ഇച്ചിരി ഡള്ള കളർ. നീ ബ്രൈറ്റ് ആയതുകൊണ്ടേ നിന്റെ കളറിന് ചെറുപ്പിച്ച് ചേർത്തില്ല. എനിക്ക് തോന്നിയോ? എന്നാ സുരേഷ് ചേട്ടാ ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഞാൻ എടുത്തരാം. വാ വാ. ഞങ്ങളതാ അതൊന്നും ഇതൊന്നും നോക്കി. നല്ല രസമുണ്ടല്ലേ? ആണോ? നീ അവിടെ നോക്ക്, ഉണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് അവിടെ. മോളെ അതൊന്നും എടുത്തേ. ഇത് കൊള്ളാവോ? ഇതും കൊള്ളില്ലടി. അതിങ്ങടത്തെ നീ എന്നാ നോക്കിയാ? ഇത് നല്ലതല്ലേ മോളെ? പിന്നെ ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് കണ്ടോ? നോക്കിയേ, ഇതാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന കളർ. ആണോ ചേട്ടാ? നന്നായിട്ടുണ്ട്. ആണോ? നല്ല രസമില്ലേ? നല്ല രസമില്ലേ? ഇടി കഴിഞ്ഞ ദിവസം നമ്മളൊരു പരസ്യത്തിൽ ശോഭന ഇട്ടുണ്ടെന്ന് സാരി കണ്ടോ? നീ പറഞ്ഞില്ലേ നന്നായിട്ടുണ്ടെന്ന്? സെയിം കളറാ. സെയിം കളറാ. ഇപ്പൊ നിന്നെ കണ്ട ഒരു ശോഭന ലുക്ക് അല്ലേ മോളെ? കൊള്ളാം അല്ലേ? കൊള്ളത്തില്ല. മാറ്റിക്കേ. ഇത് നല്ല അടി. അത് ഇതല്ല. ഇത് തന്നെ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ഈ അമ്മയ്ക്ക് സൂപ്പർ ആയിട്ട് ചേരും അമ്മ. സത്യം ഇത് കൊള്ളില്ലടി, കളറൊന്നും കൊള്ളില്ലെന്ന്. അവക്ക് ഇഷ്ടപ്പെട്ടല്ലേ ചേട്ടാ? നല്ലയാ, നല്ല മെറ്റീരിയലാ. പക്ഷേ ശോഭനയൊന്നും വേണ്ട, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ലീലാമച്ചി ഇതെങ്ങനുണ്ട്? ലീലാമച്ചിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അച്ചു എന്താ നോക്കി, ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. എന്റെ അച്ചു നന്നായി. കളർ കൊള്ളില്ല. അയ്യോ ചേച്ചി, ജെൻസിന്റെ വള്ളിയുള്ള അവിടെ ഇത് മതി, ഇത് മതി. ഇതെടുത്തോ. ഇത് ചുമന്നുകൊണ്ട് നടക്കാനുള്ള നിർത്തണം കേട്ടോ. ചേട്ടനില്ലേ, ഇതിന് ചേരുന്നില്ല. ഇത് മാത്രമേ എടുത്തോളൂ. ഇത് കൊള്ളാമേ, നല്ല കളറാ. അതാ അമ്മ, ഇതിന് നല്ല വിലയുണ്ട്. എന്റെ ഭാര്യ എടുത്തതിനേക്കാൾ 500 രൂപയല്ലേ ഉള്ളോ കൂടുതല്? അല്ലേ? ഇതൂടെ എടുത്തോ. സംഭവം ഏകദേശം 80% ഓക്കെ ആയിട്ടുണ്ട്. ഇനി ചേട്ടൻ്റെ കയ്യിലല്ല. എനിക്കും തോന്നി. ഇനി ചേട്ടൻ ചേച്ചിയെ പ്രപ്പോസ് ചെയ്യണം. അതെ, പറയണം. എന്നാലും എനിക്കൊരു പേടിയേ. ഞങ്ങൾക്കിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നൊരു പേടി. പറയുന്നൊന്ന് കേക്ക്. ഇനി ചേട്ടൻ ചേച്ചിയെ കാണുമ്പോൾ ഉറപ്പായിട്ടും പ്രപ്പോസ് ചെയ്യണം. ചെയ്യോ? സിമ്പിൾ. ചെയ്യാലേ? ചെയ്യണം. ഭയങ്കര ടെൻഷനിലാണല്ലോ. എന്തേലും പറയാനുണ്ടെങ്കിൽ ഒന്ന് വേഗം പറ. ഈ ചിക്കൻ റോസ്റ്റ് ഇഷ്ടമാണോ? ചിക്കൻ എനിക്കിഷ്ടം.
ആണല്ലേ? നോൺ വെജ് എല്ലാം നന്നായിട്ട് കഴിക്കും. ഓ പക്ഷെ ഇപ്പൊ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. എന്താ? തടി കുറച്ച് കൂടുതലാ. ഏയ് ഇത് കറക്റ്റ് അല്ലേ? ആണോ? ആ എനിക്കിങ്ങനെ ഇത്തിരി തടിയൊക്കെ ഉള്ളതാ ഇഷ്ടം. അതെ, ഞാൻ അത്യാവശ്യം ഈ എല്ലാ ഫുഡും കുക്ക് ചെയ്യും. എന്നാൽ ഈ കൂടുതൽ ഇഷ്ടം ഏത് വെറൈറ്റി ഫുഡാ? എനിക്ക് എല്ലാം ഇഷ്ടാ. ആണോ? ഫുഡ് ഇഷ്ടമില്ലാത്ത ആരാളേ? അതല്ല, അതെ ഈ ഫുഡിനോടൊക്കെ താല്പര്യമുള്ള പിന്നെ എൻ്റെ ഒരു ടേസ്റ്റിനെ പറ്റിയൊരു പെൺകുട്ടീനെ ഞാനിങ്ങനെ തപ്പി നടക്കുമായിരുന്നു. ഇതാവുമ്പോൾ ഫുഡിനോടും താല്പര്യമുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാമല്ലോ. നല്ലതല്ലേ? എന്താ ഇയാളുടെ ഉദ്ദേശം? ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കല്യാണം കഴിച്ചോട്ടെ? എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാ. അത് ഹലോ. ആ പാളി. പാളിയോ? ഞാൻ പറഞ്ഞത് ചെയ്തില്ലേ? ഞാൻ പറഞ്ഞല്ലേ വർക്കൗട്ട് ആവില്ലെന്ന്. പൊളിഞ്ഞോ? പൊളിഞ്ഞു. അതെ, ആ ഇയാൾക്ക് ഈ ഇറ്റാലിയൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? ആ ഞാൻ പഠിക്കാം. എന്നാ വേഗം പഠിച്ചോ. ഏ എനിക്ക് ഈ ഇറ്റാലിയൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടാ. ഇനി എന്തെങ്കിലും വേണം? എല്ലാവർക്കും പോമഗ്രാനൈറ്റ് ജ്യൂസ് മതി. പോമഗ്രാനൈറ്റ് എനിക്ക് പിസ്താഷ്യേക്ക് മതി. പിസ്താഷ്യേക്കും നല്ലതാണ്. പോമഗ്രാനൈറ്റ് കഴിക്കുക, അതാ ബ്ലഡിന് നല്ലത്. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാ അതെന്താ ഇർഫാനെ നീ ജാസ്മിൻ പറഞ്ഞപ്പോ ഓർഡർ മാറ്റിയേ? ബ്ലഡിനല്ലേ, അതുകൊണ്ടാ. ലവ് ഒക്കെ എങ്ങനെ പോകുന്നേട്ടാ? ലവ് കുഴപ്പമില്ല. സത്യം പറഞ്ഞ ഇപ്പഴാണ് എനിക്ക് കുറച്ച് ഫ്രീഡം കിട്ടിയത്. ഇപ്പൊ ഒരു മനസ്സമാധാനം ഉണ്ട് എനിക്കും. എന്നാലും ഞങ്ങളെപ്പോ കാണുമ്പോഴും ആദ്യേച്ചിക്ക് അച്ഛമ്മളുടെ കാര്യം പറയാൻ മാത്രമേ സമയം. അല്ലെങ്കിലും എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷെ ആദ്യം എനിക്ക് ഫ്രീഡം തന്നില്ല, അതല്ലേ പ്രോബ്ലം. അതിപ്പോ നമ്മൾ സോൾവ് ചെയ്തല്ലോ. പക്ഷെ ഫുൾ ഫ്രീഡം കിട്ടണമെങ്കിൽ ആദ്യം ചേട്ടൻ വേഗം കിട്ടിപ്പറ്റും. അത് നമ്മളെല്ലാവരോടും സഹകരിച്ച വേഗം നടത്താം. ചേട്ടാ കല്യാണത്തിന് സദ്യ വേണ്ട കേട്ടോ, ബിരിയാണി മതി, അതാ നല്ലത്. ഓ എടാ നീ ഇങ്ങനെയുള്ള ഫുഡെല്ലാം കഴിച്ചിട്ട് അവസാനം വല്ല കൊളസ്ട്രോളും വരുത്തി വെക്കും. അങ്ങനെയാണെങ്കിൽ സദ്യ മതി. നിനക്ക് ബിരിയാണിയെ മനസ്സിലായി. താങ്ക് യു. കുറെ നാളിന് ശേഷം അക്ഷരയ്ക്ക് ഒരു പ്ലസന്റ് ശരി, കുറച്ച് ഫ്രീഡം കിട്ടിയതിന്റെ സന്തോഷം. എനിക്കും.